ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുള്ളങ്കി കൊണ്ടുള്ള ഒരു കറിയാണ്. നമ്മൾ അന്ന് വെണ്ടയ്ക്ക പുളിങ്കറിയൊക്കെ വെക്കത്തില്ലേ, അതേപോലെ നമുക്ക് മുള്ളങ്കി കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുള്ളങ്കിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ കനത്തിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില, 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരല്പം പുളി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടായതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളങ്കി ഇട്ട് കൊടുക്കാം. ഇനി ഈ മുള്ളങ്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറിയ തീയിലിട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ആ ഒരു സ്മെല്ലുണ്ട്, അതൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ ഒരു മണം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്തൊന്നും പോവണ്ട. അപ്പോൾ ദാ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മണമെല്ലാം ഒന്ന് സ്മെല്ലൊന്ന് മാറിയതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ജീരകവും കൂടി, ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ജീരകവും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള അല്ലെങ്കിൽ ചെറിയുള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് കറിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവാള ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ചാറിനൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം തീയിലിട്ടതിന് ശേഷം ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം തീയിൽ ഇട്ടതിന് ശേഷമേ പൊടികൾ ഇട്ട് കൊടുക്കാവൂ. അത് പൊടിയൊക്കെ കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അതായത് ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ
ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന മുള്ളങ്കി ഇല്ല, അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുള്ളങ്കിയോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ മുള്ളങ്കിയൊക്കെ കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമുക്ക് വീണ്ടും അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ മുള്ളങ്കിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് കുറച്ച് പുളിയും കൂടുതലായിട്ടുള്ളൊരു കറിയാണ്. പക്ഷെ പുളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഒരുപാട് പുളി വേണ്ട എന്നുണ്ടെങ്കിൽ പുളി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് കൂടിയുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ച് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിന് നമ്മൾ തീ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ചട്ടിയിലിരുന്നതിന് കുറച്ചുകൂടെ ഒന്ന് കറി ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും